ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് മഴ വ്ളോഗാണ്. മഴ സ്പെഷ്യലാണ്. മഴ മാത്രമല്ല, നല്ല ഇടിമിന്നലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതിൻ്റെ വിശേഷങ്ങളിലോട്ടൊക്കെ കിടക്കാം. രാവിലെ പിന്നെ അതേ പതിവ് പോലെ നമ്മൾ പക്ഷിക്കൊക്കെ അരിയൊക്കെ ഇട്ട് കൊടുത്ത് വിക്കിൻ്റെ ക്ലാസ് ഉള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ അവന് രാവിലെ റെഡിയാക്കലും ക്ലാസ്സിലോട്ട് അയക്കലും ഒക്കെ ആയിരുന്നു പരിപാടി. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾക്ക് കുറച്ച് ചെടികളൊക്കെ നനയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെടികളൊക്കെ നനച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. രാവിലെയൊക്കെ കണ്ടോ നല്ല വെയിലൊക്കെ ആയിരുന്നു. അപ്പോൾ മഴ പെയ്യുന്ന ക്ലൈമറ്റിലുണ്ട്, എന്നാലും രാവിലെ കണ്ടോ നല്ല വെയിലുണ്ടാകുമ്പോൾ നമുക്കൊരിക്കലും വിചാരിക്കില്ല ഈ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മഴ പെയ്യുമെന്ന്. മഴ മാത്രമല്ല, നല്ല ഇടിമിന്നലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതേ പക്ഷികളൊക്കെ വന്നിട്ട് നമ്മുടെ അരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി കഴിച്ചിട്ട് പിന്നെ എന്തെങ്കിലും ഒരു അനക്കം കേൾക്കുമ്പോഴത്തേക്കും അത് പറന്നു പോവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശയാണ്. ദോശ എന്ന് പറയുമ്പം ഇന്ന് നെയ് റോസ്റ്റാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും അറിയുന്നൊരു കാര്യമായതുകൊണ്ട് ഞാൻ പിന്നെ ഡീറ്റെയിൽഡായിട്ട് ഇതിനകത്ത് ഇടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് ഷോർട്സായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇട്ടത്. അപ്പോൾ ദോശ ഞാൻ ഈ ഒരു മറ്റേ നമ്മുടെ സാധാരണ കുഞ്ഞു പ്ലേറ്റ് ഉണ്ടല്ലോ അതിനകത്ത് ഉണ്ടാക്കുന്നത്. അപ്പം ഭയങ്കരമായിട്ട് തിന്നായിട്ട് വരും. ഇതിപ്പോൾ ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ക്രിസ്പി ആയിരുന്നു. ഇങ്ങനത്തെ ദോശ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാൽ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കയ്യിൽ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് ദോശ പരത്തുമ്പം ഈ താഴെ അടിയുള്ള എന്താ പറയുക അടി ഇച്ചിരി പരന്നിരിക്കുന്ന രീതിയിലുള്ള പാത്രം എടുത്തിട്ടാണ് പരത്തണമെങ്കിൽ ശരിക്കും നല്ല ഇതായിട്ട് വരുവേ. അപ്പോൾ നമ്മുടെ ദോശ ശരിക്കും നല്ല ക്രിസ്പി ആയിട്ടുള്ള റോസ്റ്റായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് മടക്കാൻ പോലും പറ്റണില്ലായിരുന്നു. മടക്കുമ്പോഴത്തേക്കും പൊട്ടിപ്പോകുന്ന അത്രയും നല്ല ക്രിസ്പി ആയിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ ദോശയൊക്കെ വിക്കിക്ക് ആദ്യം തന്നെ ഉണ്ടാക്കി കൊടുത്തതാണ്. അവനല്ലെങ്കിൽ അത് കഴിക്കില്ല പിന്നെ. അപ്പം ഈ ദോശ അവന് ഇഷ്ടമാണ് ഇങ്ങനെ ഇതുപോലെ ക്രിസ്പി ആക്കി കൊടുക്കണത്. നല്ല ക്രിസ്പി ആയിരിക്കണം, എന്നാലാണ് കഴിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ അവനത് കൊടുക്കുമായിരുന്നു. പിന്നെ നമ്മൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ചട്നി ഉണ്ടാക്കുകയാണ്. തേങ്ങയും പച്ചമുളകും പൊരികടല ഉണ്ടല്ലോ അതും ഉപ്പും വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഈ ചട്നി എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ചട്നിയുടെ റെസിപ്പീസ് ഓൾറെഡി തന്നെ ഇതും ഇട്ടിട്ടുള്ളതാണ്, പലതരത്തിലുള്ള ചട്നിയുടെ. ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കൊടുക്കാം, ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. സാമ്പാറിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ ഇടുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ റെസിപ്പി കാണിക്കണില്ല. കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും പിന്നെ നിർത്തിയിട്ട് പോവും. അത്രയ്ക്ക് കുറേ സാമ്പാറുകൾ ഇട്ടിട്ടുണ്ട് റെസിപ്പിയിൽ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് കടുക് താളിക്കുന്നത് മാത്രമേ കാണിക്കണുള്ളൂ. കടുകും ജീരകവും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഈ വറ്റൽമുളകൊക്കെ ഇട്ടിട്ട്. പിന്നെ ഞാൻ ഇന്നത്തെ സാമ്പാർ ഉണ്ടാക്കിയത് ക്യാപ്സിക്കം വെച്ചിട്ടാണ്. ക്യാപ്സിക്കം ഇട്ടിട്ട് ചെന്നൈ സ്റ്റൈലിലുള്ള സാമ്പാറാണിത്. സിമ്പിളായിട്ടൊരു സാമ്പാർ അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം സാമ്പാറും ചട്നിയാണ് നമ്മുടെ ദോശയ്ക്ക് സ്പെഷ്യലായിട്ടുള്ളത്. സ്റ്റൗ ഓഫ് ചെയ്തിട്ടും മൺചട്ടി ആയതുകൊണ്ട് അതിങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇതിങ്ങനെ തിളച്ചുകൊണ്ടേയിരുന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മൾ കഴിഞ്ഞൊരിടയ്ക്ക് ഭയങ്കരമായിട്ട് മീൻ തനിയെ ചട്ടിയിലിരുന്ന് തിളയ്ക്കുന്നെന്ന് പറഞ്ഞിട്ടൊരു വാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ലേ, അതായിരുന്നു ഓർമ്മ വന്നത്. കാരണം ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ടും ചുമ്മാ തിളയ്ക്കും. കാരണം മൺചട്ടിയാണല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു ചൂടുള്ളത് കൊണ്ടാണ് തിളച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇനി കടുക് താളിക്കുകയാണ് നമ്മുടെ ചട്നിക്ക് വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാനൊരു ഇച്ചിരി വെള്ളം പോലുള്ള ചട്നി ഉണ്ടാക്കുന്നത്. അപ്പം ഏട്ടനൊക്കെ ഇങ്ങനെയുള്ളൊരു ചട്നി ഭയങ്കര ഇഷ്ടമാണ്, കുറച്ച് കൂടുതൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുള്ളത്. അപ്പം തേങ്ങ ഒഴിക്കുന്നത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ്, അല്ലെങ്കിൽ പിന്നെ അത് പെട്ടെന്ന് തേങ്ങ ചൂടായിട്ട് അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഈ ഒരു പാത്രത്തിൻ്റെ ചൂട് മാത്രം മതി ഈ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ചട്നിയും സാമ്പാറും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതാണ്. ഇതുപോലെ ദോശ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ സാധാരണ കയ്യിൽ ഉണ്ടാക്കാതെ ഒത്തിരി താഴ്ഭാഗം നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കുഞ്ഞു പാത്രം എടുത്തിട്ട് അതുപോലെ ഒന്ന് പരത്തി നോക്കിയാൽ മതി. സാധാരണ കുഞ്ഞു ദോശക്കല്ലിലാണെങ്കിലും പരത്തിയാലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വരും. ക്രിസ്പി ദോശ ഇഷ്ടമുള്ളവർക്ക്, എന്ന് വെച്ചാൽ തിന്നായിട്ടുള്ള ദോശ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ ചിലർക്ക് നല്ല കട്ടിയായിട്ടുള്ള ദോശയായിരിക്കും ഇഷ്ടം. അപ്പോൾ പിന്നെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല. എന്തായാലും നെയ് റോസ്റ്റ് ഇഷ്ടമില്ലാത്ത നമ്മൾ ആർക്കും ഉണ്ടാവില്ലല്ലോ, എല്ലാവർക്കും നെയ് റോസ്റ്റ് ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ മഴ പെയ്ത് തുടങ്ങി. ഒരു ഉച്ചയാകുമ്പോൾ തന്നെ പെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല മഴ മാത്രമായിരിക്കും എന്ന് വിചാരിച്ചാൽ മഴ മാത്രമല്ല, നല്ല ഇടിമിന്നലും ഉണ്ടായിരുന്നു. ഇടിമിന്നൽ കേട്ട് ഞങ്ങൾ ശരിക്കും പേടിച്ചു പോയി, അത്രയ്ക്ക് നല്ല ഇടിമിന്നലായിരുന്നേ. അപ്പം അത് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാം, ആ ജനലിൽ കൂടെ കാണാൻ പറ്റുമായിരിക്കും. അത്രയായിട്ട് അതിൻ്റെ സൗണ്ട് കേൾക്കില്ല. പിന്നെന്താ, അപ്പം ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ പാത്രം കഴുകൽ പരിപാടീസാണ്.
ഇന്നിപ്പോൾ മഴയായതുകൊണ്ട് തന്നെ എല്ലാം ഇങ്ങനെ സ്ലോ ആയിട്ടാണ്. അത്ര വലിയ പരിപാടികളൊന്നും ചെയ്യുന്നില്ല. ഉച്ചയ്ക്ക് ഞാൻ പിന്നെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ലഞ്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇഴഞ്ഞുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഴ പെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ഇരുട്ടായിട്ടിരിക്കും, രാത്രി ആയ പോലെ തോന്നും. പക്ഷേ ഇതിപ്പം ഉച്ചയായിട്ടേ ഉള്ളൂ, ഉച്ച ആവാൻ പോകണേ ഉള്ളൂ ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പം ഇനിയിപ്പോൾ ഈ പാത്രങ്ങളെല്ലാം കഴുകിയതിന് ശേഷം നമ്മൾക്ക് പിന്നെ ഉച്ചയൂണിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇത് ഇത്രയും മഴയും അതുപോലെ ഇടിമിന്നലൊക്കെ ഉണ്ടായിട്ട് കൂടെ പവർ കട്ടൊന്നും ഇല്ല, അത് തന്നെ വലിയൊരു കാര്യമാണ്. ഇവിടെ പിന്നെ അധികം അങ്ങനെ കറണ്ട് പോകലൊന്നും ഉണ്ടാവില്ല, പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ നമ്മൾക്ക് നേരത്തെ തന്നെ അറിയിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾക്കെല്ലാം ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ഇനി അടുത്തത് നമ്മുടെ ചോറെന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് തക്കാളി സാദമാണ് ഉണ്ടാക്കുന്നത്. തക്കാളി സാദം എന്ന് പറയുമ്പോൾ തക്കാളി റൈസ്, നമ്മുടെ തമിഴ്നാട് സ്റ്റൈലിലുള്ള. അപ്പോൾ ഞാനിത് പൊന്നിയരി ഉപയോഗിച്ചിട്ടാണ് ചെയ്യണത്. അപ്പം വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ ഈ കഴുകി വെച്ചിട്ടുള്ള അരി ഇതിൽ കൊട്ടുക. അപ്പോൾ വെള്ളത്തിൽ ഞാൻ ജസ്റ്റ് ഏലക്കയും പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ടിട്ടുണ്ട്, എന്നിട്ടാണ് തിളപ്പിച്ചെടുക്കുന്നത്. ബിരിയാണി അരി വേണമെങ്കിൽ ഇടാം, നമ്മുടെ സാധാരണ ചോറ് കൊണ്ടും ഉണ്ടാക്കാം. പക്ഷെ ഇതിപ്പം ഇങ്ങനെ ഈ ഒരു പൊന്നിയരി നമ്മൾ ഇങ്ങനത്തെ ലെമൺ റൈസ്, അതുപോലെ തക്കാളി റൈസ്, പുതിന റൈസ്, അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ടല്ലോ തമിഴ്നാട്ടിലെ, ഒരുപാട് റൈസുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഈ ഒരു അരി വാങ്ങി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇന്ന് തക്കാളി റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മഴയല്ലേ, അപ്പോൾ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ചോറെല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഇത് ഊറ്റിയെടുക്കുക ചെയ്യണത്, അല്ലാണ്ട് നമ്മൾ ബിരിയാണി റൈസ് വെക്കണ പോലെ വെള്ളം വറ്റിച്ചെടുക്കുകയല്ല ചെയ്യണത്. ഇനിയിപ്പോൾ തക്കാളിയുടെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്, മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തക്കാളി, ഉള്ളി, ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി ഇതെല്ലാം കൂടിയിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണ് ചെയ്യണത്. പിന്നെ ഈ തക്കാളി റൈസിൻ്റെ റെസിപ്പി ഞാൻ ഒത്തിരി മുൻപ് തന്നെ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇനി ഇത് താളിക്കാൻ വേണ്ടിയിട്ട് എണ്ണ, കടുക്, പിന്നെന്താ കുറച്ച് എന്തായിരുന്നു ഇട്ടേ, പെരിഞ്ജീരകം ഞാൻ അരയ്ക്കുമ്പോൾ ഇട്ടില്ല, അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എണ്ണയിൽ ഇട്ടിരിക്കുകയാണ്. പെരിഞ്ജീരകം ഇട്ട് കറിവേപ്പിലയൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അത് ഫ്രൈ ആയതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയുടെ പേസ്റ്റ് കൂടെ ചേർക്കേണ്ടത്. പിന്നെ അതിലോട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മുളക് പൊടിയും കൂടെ ചേർക്കണം, എരിവിനനുസരിച്ചിട്ട്. പച്ചമുളക് ചേർത്തിട്ടില്ല, കാരണം മുളക് പൊടി ആകുമ്പോൾ കുറച്ചുകൂടെ കളറ് കിട്ടുമല്ലോ, തക്കാളിയുടെ ആ ഒരു ചുവന്ന കളറ് വരും. അപ്പോൾ അതുകൊണ്ടാണ് മുളക് പൊടിയും പിന്നെ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തത് ഇതേപോലെ ആവണം, എന്ന് വെച്ചാൽ എണ്ണയൊക്കെ തെളിഞ്ഞ രീതിയിൽ വരണം. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മൾക്കിനി അതിലോട്ട് ചോറ് കൊട്ടാം. അപ്പോൾ ഇങ്ങനെയും ഉണ്ടാക്കാം, ഇല്ലെന്ന് വെച്ചാൽ ഒരുമിച്ച് കുക്കറിൽ വെച്ചിട്ട് വേവിക്കുകയും ചെയ്യാം. ഞാൻ മുന്നത്തെ റെസിപ്പിയിൽ കുക്കറിൽ വെച്ചിട്ട് വേവിക്കുന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. ഇതിപ്പം എളുപ്പമായതുകൊണ്ട് ഓൾറെഡി ചോറ് വെച്ചു. വിക്കിക്ക് സെപ്പറേറ്റ് ആയിട്ട് ചോറ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അവനിത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അധികം അങ്ങനെ കഴിക്കില്ല, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെച്ചതേ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ചോറിലൊക്കെ ഒന്ന് ആ ഒരു ചൂട് തട്ടി മസാലയൊക്കെ നന്നായി മിക്സായി കഴിയുമ്പോഴത്തേക്കും തക്കാളി റൈസ് റെഡി ആയിട്ടുണ്ടാവും. നല്ല ടേസ്റ്റിയാണ്. അവസാനമായിട്ട് ഇച്ചിരി നെയ്യും കൂടെ ഇട്ട് ചേർത്ത് ആ ഒരു നല്ലൊരു മണം വരുവേ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിളായിട്ടുള്ള ലഞ്ച് റെഡി ആയിട്ടുണ്ട്. കണ്ടു. ഇപ്പോൾ ഇതിന് കറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മീൻ ഫ്രൈ ചെയ്തിട്ടുണ്ട് വിക്കിക്കും ഏട്ടന് വേണ്ടിയിട്ട്. പിന്നെ ചിപ്സാണ് ഉള്ളത്, നമ്മുടെ ഇതുണ്ടല്ലോ പൊട്ടറ്റോ ചിപ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ പോകുന്നത്. പിന്നെ തൈരും അച്ചാറും, അത്രയേ ഉള്ളൂ. അപ്പം സിമ്പിളായിട്ടുള്ള ചോറും ആണ്, നമ്മൾക്ക് നല്ല രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കുകയും ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ കഴിക്കണതിനേക്കാളും നല്ലത് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ലഞ്ച്, ഈസി ആയിട്ടുള്ള ലഞ്ചാണ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം ഇത്. ഇപ്പം തിരക്ക് പിടിച്ചിരിക്കുകയാണെങ്കിലോ ഇല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുകയാണെങ്കിലോ മെയിനായിട്ട് ഇങ്ങനൊരു ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾക്ക് പ്രത്യേകിച്ച് വേറെ ഒരുപാട് കറികളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഈസി ആയിട്ട് കഴിക്കുകയും ചെയ്യാം, നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഇതൊക്കെ പിന്നെ ചെന്നൈ റെസിപ്പീസ് ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതേ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഇതേ കുറച്ചുകൂടെ ഒന്ന് മഴ ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ആസ്വദിക്കാൻ വേണ്ടിയിട്ടൊന്ന് പുറത്ത് ഇറങ്ങാനോ അങ്ങനെയൊന്നും പറ്റില്ല, കാരണം നല്ല ഇടിമിന്നലാണ്. അതുകൊണ്ട് ഇച്ചിരി റിസ്ക് ആണല്ലോ, നമ്മൾ വെറുതെ മഴ ആസ്വദിക്കാമെന്നും പറഞ്ഞിട്ട് പുറത്ത് പോയിട്ട് ഞാൻ ഇവിടെ പറയായിരുന്നു വ്ളോഗ് ചെയ്യുന്നതിനിടെ ഇടിമിന്നലായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കേണ്ടെന്ന് കരുതിയിട്ട് ഇനി അങ്ങനെ പുറത്തോട്ടൊന്നും പോയില്ല. പക്ഷെ ചുമ്മാ ഇങ്ങനെ വെള്ളത്തിൽ കളിക്കുകയായിരുന്നു. മഴ പെയ്യുമ്പം എല്ലാവർക്കും എന്താ പറയുന്നത്,
ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ വെള്ളത്തിൽ കളിക്കാനൊക്കെ. പണ്ട് തൊട്ടേ എനിക്കുള്ളൊരു സ്വഭാവമാണ് മഴ ഇങ്ങനെ മേളിൽ നിന്ന് വീണുകൊണ്ടിരിക്കുമ്പം അതിൽ കളിക്കുക എന്നുള്ളത്. പണ്ടൊക്കെ ഇങ്ങനെ മഴയുടെ തുള്ളികൾ വെച്ചിട്ട് ഇങ്ങനെ കയ്യിലൊക്കെ ഒറ്റിച്ചിട്ടും നഖത്തിലൊക്കെ ഒറ്റിച്ചിട്ടും അങ്ങനെയൊക്കെ ഒത്തിരി കളികൾ എല്ലാവരും കൂടെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഇങ്ങനെ കളിക്കുമായിരുന്നു. വീട്ടിലേ ഇരുന്നിട്ടോ അല്ലെങ്കിൽ സ്കൂളിലാണെങ്കിലും, സ്കൂളിലൊക്കെ എന്ന് പറയുമ്പം 4 കെട്ട് പോലത്തെ സ്കൂളായിരുന്നു 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുന്നത്, ഈ മഴ വരുന്ന സമയത്ത് അതിൻ്റെ ചുറ്റും നിന്ന് കഴിയുമ്പോൾ തന്നെ നല്ല രസമായിരിക്കും. ഇൻ്റർവെൽ ടൈമിലൊക്കെയാണ് അങ്ങനെ ചെയ്യുക. നല്ലൊരു ഓർമ്മ അതൊക്കെ. നാട്ടിലെ മഴയ്ക്കൊരു പ്രത്യേക ഒരു ഇത് തന്നെയാണല്ലേ, കാണാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ ഇതേ അടുത്തത് പിന്നെ നമ്മുടെ വർക്കാണ്, കുറച്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം എന്ന് പറഞ്ഞാൽ എഡിറ്റിംഗ് ഒക്കെയാണ്. അപ്പം അതെല്ലാം ചെയ്യായിരുന്നു. അപ്പോൾ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ സ്നാക്സൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഒരു മൂവിയൊക്കെ കാണാനുള്ളൊരു പ്ലാനാണ്. അപ്പം മൂവി കാണുമ്പോൾ ഇവിടെ എന്തായാലും സ്നാക്സ് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓർത്തു വാഴപ്പൂ കൊണ്ട് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാമെന്ന്. ഇതിപ്പം നമ്മുടെ ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ്. ഒത്തിരി നാളായി വാങ്ങിയിട്ട്. പക്ഷേ ഇതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പം തികയില്ല. കാരണം അത് കാണുമ്പോൾ അത്ര ഫ്രഷ് ആയിട്ടുള്ള വാഴപ്പൂ പോലെ തോന്നിയില്ല. അപ്പോൾ ഞാൻ ഓർത്തു വന്നാൽ പിന്നെ എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. അതൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇത്തിരിയേ കിട്ടിയുള്ളൂ. അപ്പോൾ പിന്നെ വാഴപ്പൂ കൊണ്ട് വട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം എണ്ണയും ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് തിരുമ്മി വെച്ചിട്ടുണ്ട് വാഴപ്പൂ. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കുകയാണ്. അപ്പം അതിലോട്ട് മല്ലിയില, സവാള, അതുപോലെ പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതിനുശേഷം പിന്നെ നമ്മൾ ഈ ഒരു അരിഞ്ഞിട്ട് കിട്ടിയ സംഭവം വാഴപ്പൂവായിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലോട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. കറിവേപ്പില നമ്മൾക്ക് എത്ര വേണോ അത്രയും ഇടാം, കുഴപ്പമില്ല. ഇതിപ്പം നമ്മുടെ ചോപ്പറിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നല്ല ചെറുതായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണുമ്പോൾ തന്നെ. അപ്പോൾ ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്ക് ഇതിലോട്ട് കടലപ്പൊടി ഇടണം, കടലമാവ് ഇട്ട് പിന്നെ ഒരു ഇച്ചിരി വെള്ളം കൂടിയിട്ട് ഒഴിച്ച് നമ്മൾക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾക്ക് ഇതിലോട്ട് ഇടേണ്ടത് മൈദയാണ്. ഇപ്പോൾ 1 കപ്പ് കടലമാവാണെങ്കിൽ ഒരു 1/4 കപ്പോളം മൈദ ആ ഒരു അളവിൽ മതി. പിന്നെ ഉപ്പൊക്കെ അതിനനുസരിച്ച് ചെക്ക് ചെയ്യുക. പിന്നെ നമ്മൾക്ക് ഇതിലോട്ട് കുറച്ച് തൈരും കൂടെ ഇട്ട് വേണം. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിടണം. ബേക്കിംഗ് സോഡ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പം പെട്ടെന്ന് ഉണ്ടാക്കുന്നത് കൊണ്ട് ഇച്ചിരി ബേക്കിംഗ് സോഡ ഇട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടിരിക്കുമല്ലോ. അപ്പോൾ ബേക്കിംഗ് സോഡ ഇടുകയാണെങ്കിൽ തൈരിട്ടാൽ മതി. ഇല്ലെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾക്ക് വടയായിട്ട് ചുട്ടെടുക്കാം, കുഴപ്പമില്ല. അപ്പം എണ്ണ ചൂടായതിന് ശേഷം പിന്നെ നമ്മൾ സാധാരണ വടയുടെ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും ചുട്ടെടുക്കാം. ഞാനിപ്പം ഉഴുന്നുവടയുടെ ഷേപ്പിലും ഇടുന്നുണ്ട്, അതുപോലെ തന്നെ കുഞ്ഞായിട്ടും ഇടുന്നുണ്ട്. കാരണം വിക്കി ഇപ്പം ഏത് തരത്തിലാണ് കഴിക്കാമെന്നറിയില്ല. അതുകൊണ്ട് അവന് ഉഴുന്നുവടയുടെ ആ ഒരു ഷേപ്പിലുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. ഡോണറ്റ് വട എന്നാണ് പറയുക ആൾ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാഴപ്പൂ കൊണ്ടുള്ള വട റെഡി ആയിട്ടുണ്ട്. ഇപ്പം വാഴപ്പൂ കൊണ്ട് നമ്മൾക്ക് ഉപ്പേരി ഉണ്ടാക്കി കഴിക്കാനൊന്നും ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും കഴിക്കും. ശരിക്കും വിക്കിയൊക്കെ കഴിച്ചു. അത് എന്താണെന്ന് കൂടെ അറിയാതെ കഴിച്ചതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നല്ല രസമായിരിക്കും. അപ്പോൾ ഞാനിവിടെ സോസിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. ഇനി അഥവാ സോസ് വേണ്ടെങ്കിൽ നമ്മൾ ചട്നി, തേങ്ങാ ചട്നിയോ മുളക് ചട്നിയൊക്കെ ഉണ്ടാക്കിയാലും നല്ല സൂപ്പറായിരിക്കും. അതിൻ്റെ കൂടെ കഴിക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ TV കണ്ട് നല്ലൊരു മൂവിയായിരുന്നു. അപ്പോൾ മൂവി കണ്ടിട്ട് അങ്ങനെ വട കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. റേഡിയസ് എന്നാണ് മൂവിയുടെ പേര്. അഥവാ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം, കുഴപ്പമില്ല. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പം കണ്ടിട്ടുണ്ടാവുമായിരിക്കും മിക്കവരും. ഇല്ലയെന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിക്കണേ. നല്ല രസമാണ്, നല്ല മൂവിയാണ്. അപ്പോൾ അങ്ങനെ ഇതിപ്പം തംബ്നെയിൽ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് നിൽക്കുന്നതാണ്, അല്ലാതെ വേറൊന്നുമില്ല. ജസ്റ്റ് എന്തെങ്കിലും തംബ്നെയിൽ വേണമല്ലോ. അപ്പം ഏട്ടനോട് അതൊന്ന് ഫോട്ടോ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം. നല്ല മഴയാണ്. മഴയുടെ സീനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും വൈകുന്നേരമൊക്കെ ആയി. ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പം നമ്മൾ അങ്ങനെ ഡിന്നറൊന്നും അധികം കഴിക്കാറില്ല. ഇപ്പം എന്തെങ്കിലും സ്നാക്സ് കഴിക്കുവാണെങ്കിൽ പിന്നെ ഡിന്നർ അങ്ങ് ഒഴിവാക്കുകയാണ് പതിവ്. അപ്പം നല്ലതായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കണ്ടേ. അപ്പോൾ പിന്നെ ഇങ്ങനെ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും നല്ലത് ഏറ്റവും കുറച്ച് ഭക്ഷണം കഴിക്കുന്നത് തന്നെയാണ്.
അപ്പം അങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് ഒരു ദിവസം അങ്ങനെ തീരുകയാണ്. അപ്പം മഴയൊക്കെ കാണുമ്പോൾ ശരിക്കും പുറത്തുള്ളവർക്കാണല്ലേ ഒരുപാട് മിസ് ചെയ്യുക നാടൊക്കെ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും എല്ലാവിടെയും നല്ല മഴയൊക്കെ ഉണ്ടാവട്ടെ. നല്ല മഴ എന്ന് പറയുമ്പോൾ ഒരുപാട് മഴ വേണ്ട ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച്, എന്നാലും ചെറുതായിട്ട് മഴയൊക്കെ എല്ലാവിടെയും ഉണ്ടാവട്ടെ. അപ്പോൾ പിന്നെ നമ്മുടെ ഈ പ്രകൃതി തണുക്കണ പോലെ തന്നെ നമ്മുടെ മനസ്സും നന്നായിട്ട് തണുക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. ഇവിടെ തീരുകയാണ്. എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എന്നും പറയണ പോലെ തന്നെ ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇവിടെ വരെ കണ്ടതിൽ. ബൈ ബൈ.